കോൺഗ്രസ് നേതാക്കൾ തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവർക്ക് നടപടിയെടുക്കാനും ശാസിക്കാനും അധികാരമുണ്ടെന്നും ടോണി തൈപ്പറമ്പിൽ. താൻ ഇപ്പോഴും കോൺഗ്രസുകാരൻ തന്നെയാണെന്നും കോൺഗ്രസ് സ്നേഹിക്കുന്ന ചെയർപേഴ്സൺ പാലായിൽ ഉണ്ടാകുമെന്നും ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ആ കോൺഗ്രസിൻ്റെ ചട്ടക്കൂടി തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് സ്വതന്ത്ര മുന്നണി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്താണ് UDF വന്നത്. പക്ഷേ അവരെ എതിർത്തതിൻ്റെ പേരിൽ നമുക്കൊരു നടപടി സ്വീകരിച്ച സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നേതൃത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ശാസിക്കുന്നു. അവരുടെ ഈ നടപടികളൊക്കെ നമ്മൾ ശിരസ വഹിക്കുകയാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ UDFൻ്റെ ഭരണം കളഞ്ഞെന്ന്. ഒരു കാരണവശാലും UDFൻ്റെ ഭരണം പോകുന്നില്ല. UDFൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു ചെയർപേഴ്സൺ പാലായിൽ ഉണ്ടാവും. അത് ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ജാതി മതം നോക്കാതെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ചെയർപേഴ്സൺ, അത് ഒരു ടീമും ഉണ്ടാവും. ഈ നഗരസഭയുടെ വികസനത്തിനായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞങ്ങളൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പം ഞാനൊരാൾ തന്നെ തീരുമാനം എടുക്കുക. ഞാനൊരു ഒരു കൗൺസിലറാണ്, അതുപോലുള്ള കൗൺസിലർമാരാണ്, ജനങ്ങളെ ജയിച്ചു വന്നവരാണല്ലോ. അപ്പോൾ പൊതുജനങ്ങളോടും കൂടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉചിതമായ തീരുമാനം ഞങ്ങളുടെ മീഡിയ പ്രവർത്തകരോടും ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങളോടും ഞങ്ങൾ അറിയിക്കുന്നതാണ്. സനോജ് സുരേന്ദ്രൻ കൂടി കോട്ടയത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, ഇന്നലെ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായിരുന്നു. അത് 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് പാസ്സായത്. അതിന് പിന്നാലെയാണ് ഇവരെ 4 പേരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം കോൺഗ്രസ് പുറത്താക്കുന്നതും ഇപ്പോൾ ടോണി തൈപ്പറമ്പിലിന്റെ ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നതും. എന്താണ് അവിടെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? അക്ഷയ്, അവിശ്വാസം പാസ്സായതിന് പിന്നാലെ UDFിലും കോൺഗ്രസിലും കടുത്ത പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കൗൺസിലർമാർ LDF അവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് 4 കോൺഗ്രസ് കൗൺസിലർമാർ ഒപ്പം നിന്നതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ 4 പേരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ഇതിന് പിന്നാലെ ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ടോണി തൈപ്പറമ്പിൽ, അദ്ദേഹം നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയാണ്, അദ്ദേഹം വ്യക്തമാക്കിയത് പാർട്ടി എടുത്ത നടപടിയിൽ സങ്കടമുണ്ട്, എങ്കിൽ കൂടിയും കോൺഗ്രസുകാരനായി തുടരും. UDFന്റെ ഒരു ഭരണസമിതി അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം നിലവിൽ UDFന് നഗരസഭയിൽ ഭൂരിപക്ഷമില്ല. 10 അംഗങ്ങൾ മാത്രമാണ് UDFിലുള്ളത്. 3 സ്വതന്ത്ര അംഗവും ഒപ്പം ഒരു വിമതയെ മത്സരിച്ച് വിജയിച്ച അംഗം കൂടി ഉൾപ്പെടെയാണ് 14 പേരുടെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ തുടർന്നത്. എന്നാൽ 4 കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണച്ചതോടുകൂടി ഈ നിലവിലത്തെ ചെയർപേഴ്സണെ രാജിവെക്കേണ്ട അല്ലെങ്കിൽ ഒഴിയേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. നിലവിൽ LDFന് 12 അംഗങ്ങളുണ്ട്. എന്തായാലും വരുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഈ പുറത്താക്കപ്പെട്ട 4 കോൺഗ്രസ് കൗൺസിലർമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതനുസരിച്ചായിരിക്കും നഗരസഭയുടെ തുടർ ഭരണവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും UDFിൽ മറ്റ് അംഗങ്ങൾ സ്വതന്ത്ര മുന്നണിയിൽപ്പെട്ട ആളുകൾക്കൊപ്പം നിൽക്കുകയും അവിശ്വാസത്തെ പിന്തുണച്ചവർ മറുഭാഗത്തും നിലയുറപ്പിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലും UDFിലും ഇത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അക്ഷയ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലായിലെ LDFന്റെ അവിശ്വാസ പ്രമേയം അവിശ്വാസം പാസ്സായതിന് പിന്നാലെ എന്തായാലും കോൺഗ്രസിനും വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 4 കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് LDFന് അവിശ്വാസം പാസ്സാക്കാനായി സാധിച്ചത്. അതുകൊണ്ട് തന്നെ 4 പേർക്കുമെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി, അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് തന്നെ ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ പങ്കുവച്ചത്.